ഈശ്വമിശിഹായെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 23 തിങ്കളാഴ്ച. ഇന്നൊരു നല്ല ദിവസമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന്. കാര്യം എനിക്ക് പട്ടം കിട്ടിയ ദിവസമാണെന്ന്. 39 വർഷമായിപ്പോൾ. 1985 ഡിസംബർ 23 കർത്താവ് എനിക്ക് പട്ടം തന്നത്. 8 കൊല്ലം പ്രാർത്ഥിച്ചതാണ്. 8 കൊല്ലം രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് വാങ്ങിച്ചതാണ്. ഞാൻ ചില സമയത്ത് 23 കുറിച്ച് ചില സമയത്ത് ചിന്തിക്കുകയും അപ്പോസ്തല പ്രവർത്തനം 17:26 ഒരു വചനമുണ്ട്. അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. സമയം, തീയതി. അത് ദൈവം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ദൈവം ചില കുളം, ഇസ്രായേലിൽ എന്തുമാത്രം കുളങ്ങളുണ്ടെങ്കിലും സിലോഹയിലെ കുളത്തിലാണ് മാലാഖ വന്ന് റാഫേൽ മാലാഖ വന്നത് ഇളക്കുകയും രോഗം സുഖപ്പെടുകയും ചെയ്യുന്നത്. അവർ ചില അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നിശ്ചയിച്ച് തരും. നമ്മളൊന്ന് നോക്കിയാൽ മതി. കാര്യം എൻ്റെ അപ്പൻ ഈശോയിലേക്ക് പോയത് 23 നവംബർ 23. എനിക്ക് പട്ടം കിട്ടിയത് ഡിസംബർ 23. ഞാൻ പട്ടം കിട്ടിയ ശേഷം ഞാൻ ഒരു ഇടവകയിൽ ചെന്നിട്ട് രൂപത 17ാം സ്ഥാനത്തുണ്ടായിരുന്ന കാറ്റഗിസത്തിന് ഒറ്റ കൊല്ലത്തെ വർക്കുമുണ്ട്. അതിനെ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നു. അതിനെനിക്ക് അവാർഡ് രൂപതയിൽ നിന്ന് കിട്ടി, ആലപ്പുഴ രൂപതയിൽ നിന്ന്. അത് മെയ് 23. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് നവംബർ 23. ഇങ്ങനെ ഈ 23 എന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ ചൈനയുടെ മാനസാന്തത്തിനും സൗദി അറേബ്യയിൽ കർത്താവിൻ്റെ സുവിശേഷ വിലയ്ക്ക് വേണ്ടിയൊക്കെ ആഗോള സഭയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ 2023 എനിക്ക് ആഗോള സുവിശേഷവൽക്കരണത്തിനുള്ള യാത്ര ചെയ്ത് പോകാനുള്ള അനുവാദം ഈശോ തന്നത്. അപ്പോൾ ഞാൻ അയർലൻഡിൽ പോയി ധ്യാനം നടത്തി. അതിനുശേഷം പിന്നീട് കുവൈറ്റിൽ പോയി, കാനഡയിൽ പോയി, അമേരിക്ക ഹൂസ്റ്റണിൽ പോയി, ഇനി ഇസ്രയേലിൽ പോയി ധ്യാനം നടത്തി. ഇസ്രയേലിൽ യുദ്ധത്തിനിടക്ക് പോയി 3 സ്ഥലത്ത് ടെല്ലവീർ ഉൾപ്പെടെ 3 സ്ഥലത്ത് ധ്യാനം നടത്തി. യുദ്ധമാണെന്ന് പറഞ്ഞാൽ ദൈവം ആശ്രയിച്ചപ്പോൾ യുദ്ധത്തിനിടക്കും ധ്യാനം നടക്കും. ഞാൻ പറഞ്ഞത് വെച്ചാലേ ഒരു ടൈമാണ്. നിങ്ങൾക്കിതുപോലെ അനുഗ്രഹപ്പെട്ട പുണ്യപ്പെട്ട ചില ദൈവം ഇറങ്ങി ഡെലിവറി ചെയ്യണ ചില ദിവസങ്ങളുണ്ടാകും. നിങ്ങൾക്കിത് സമയം നോക്കി പറയാം, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള അന്ധവിശ്വാസമല്ല. പക്ഷേ അനുഭവത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഇടപെടുന്ന ചില ദിവസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവാണ് അതിലിടപെട്ടിരിക്കുന്നത്. അത് കർത്താവാണെന്ന് പറയത്തില്ല യോഹന്നാൻ. അതുപോലെ അത് കർത്താവിൻ്റെ ദിവസമാണ്, അത് കർത്താവിൻ്റെ ഇടപെടലാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ശ്രേണിയാണ് ജീവിതാനുഭവത്തിലുള്ളത്. ഒന്നും ആകസ്മികമല്ല മക്കളെ, എല്ലാം പലതും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അതിൽ Efesos 1:6 1:4 പറയത്തില്ലേ, അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചത്. സെൻറ്റ് പോൾ പറയുമല്ല, സെൻറ്റോ അവൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ. റോമ 8:30 മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചവരെ വിശുദ്ധീകരിച്ചു, വിളിച്ചവരെ തിരഞ്ഞെടുത്തവരെ വിശുദ്ധീകരിച്ചു. അപ്പോൾ മുൻകൂട്ടിയുള്ള ഒരു പൗരോഹിത്യം. എനിക്ക് 4 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈശോനെ കാണുന്നത്. ഒരു ചെമ്പരത്തിക്കാട്ടിലെ രാത്രി, അന്ന് പോലെയാണ് ഞാൻ ഈശോയുമായിട്ടൊരു ബന്ധമായത്. എനിവേ, ഈ നല്ല ദിവസം ഓർത്ത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു എൻ്റെ സന്തോഷവും എൻ്റെ വിശ്വാസവും. നിങ്ങൾക്കുമൊക്കെ കർത്താവ് എത്രയും വേഗം കണ്ടെത്താനും ജീവിക്കാനൊക്കെ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ
ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ആൾത്താറെ നടന്ന് 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ശരീരം മുഴുവൻ ചിരങ്ങ്, ചൊറി, ചുണങ്ങ് ഒക്കെ ത്വക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നവരെ വിശുദ്ധമായ രക്തത്തലങ്ങ് കഴുകണം ഈശോയെ. മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, മുടി കൊഴിയണവരുണ്ട് ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തവരുണ്ട്. എപ്പോഴും പ്രഷർ മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിന് മാറ്റമില്ല. ഷുഗർ അടിക്കടി കൂടുന്നവരുണ്ട്, തളർന്നു പോയവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ടൽ അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ പനി വിട്ടുമാറാത്ത പനിയുള്ളവരും ആശ്രയിക്കണം. എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകം നീ സന്ധിക്കണമേ കർത്താവേ. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട്, പക്ഷെ കടവുണ്ട്. പണത്തിനേക്കാൾ ഉപരി കടവാണ്. അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പുരുഷന്മാരെ, അതുപോലെ തന്നെ സഹോദരികൾ, മക്കളില്ലാത്തവരെ കർത്താവെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മാറി താമസിക്കാൻ പറ്റാത്തവരെ, ഒരു കുടുംബത്തിൽ 3 പേരും കല്യാണം കഴിച്ചെങ്കിലും 3 പേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ, സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ, ആ വില കുടിക്കുമ്പോൾ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് ഇനി നമുക്ക് കയ്യിലുള്ള തുച്ഛമായ കാശിന് നാട്ടിൽ താമസിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്നവർ, എവിടെയെങ്കിലും പോയി തോട്ടുമട്ടൊക്കെ പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നവർ, ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന, അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ആ മേഖലകളിലെല്ലാം കർത്താവെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവവിളികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസവിക്കുന്ന അമ്മമാരിൽ കർത്താവെ ദൈവവിളിക്ക് മക്കളെ വിശ്വാസത്തിലും ദൈവവിളിയിലും വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം കർത്താവെ സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യർ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്താവ് അവർക്കെല്ലാം ദിശാബോധവും കിട്ടി. കർത്താവ് സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ കർത്താവെ അങ്ങ് പരിപോഷിപ്പിക്കണം പ്രാർത്ഥിക്കും. തിന്മയുടെ ശക്തികൾ, സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും വേഗം ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹക്രമം ഉണ്ടാകാനും ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും യാത്രകളെ പ്രാർത്ഥിക്കുന്നു. വിദേശ യാത്രയ്ക്ക് പോകുന്നവരുണ്ട്, ലീവിന് തിരിച്ചു വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവിടെ വരത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണങ്ങൾക്ക് ആവശ്യിക്കട്ടെ. വിവാഹ അടിയന്തരങ്ങൾ നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസ് സീസണായോടുകൂടി അടിയന്തരങ്ങളെല്ലാം തുടങ്ങുകയാണ് ഈശോയെ. അതുപോലെ ആ വിവാഹ അടിയന്തരം നടക്കുന്ന വീടുകൾ, ഭവനങ്ങൾ, അതിനേക്കാൾ ഉപരി ആൾത്താരെ കൂദാശ ചെയ്യുന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും കൂദാശ എന്ന ബന്ധത്തേക്ക് അടുക്കാൻ കർത്താവ് നീ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമ സമാധാനം ലഭിക്കട്ടെ. എൻ്റെ പൗരോഹിത്യത്തിന് 39-ാം വർഷത്തിൻ്റെ ആശീർവാദം. അമ്മേ, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസനെ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവെ ഈ അടിയിൽ അഭിഷേകം ചെയ്തതിന് നന്ദി പ്രയോഗിച്ചു. എൻ്റെ പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിലെ അനേകം പുരോഹിതന്മാർ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് ഈശോയെ. അതുപോലെ അദ്ദേഹത്തിന് വിവാഹിതരായ പുരുഷന്മാർ വൈദികരുണ്ട് ഈശോയെ. അവരുടെ ജീവിത പങ്കാളികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആശീർവദിക്കണം ഈശോയെ. ഏകസ്ഥരായ ബ്രഹ്മചര്യം ജീവിക്കുന്നവരുണ്ട് ഈശോയെ, അവരെയും നീ ആശീർവദിക്കണം. പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന പ്രായം ചെന്ന വൈദികരുണ്ട് ഈശോയെ, അവരെയും നീ ആശ്രയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. കർത്താവ് വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ. അതുകൊണ്ട് വൈദിക ദൈവവിളിയെ അങ്ങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബ സമാധാനം നിറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ പ്രാർത്ഥന ഒരു ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് നാം പറയും. ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനം ആരാണെന്ന് അറിയാമോ? മോശയാണ് ശരിക്കും പറഞ്ഞാൽ. പുറപ്പാട് 33:11 മനോഹരമായൊരു വചനം എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഈശോയും പിതാവുമായിട്ട് സംസാരിക്കണ പോലെ തന്നെയുള്ള ഒരു സംസാരം ശരിക്കും ഈ മോശയോട് പിതാവായ ദൈവം സംസാരിച്ചിരുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയ ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടണം. ക്വാളിറ്റി ഒന്നുമില്ല, നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടായാൽ മതി. ആർക്കും ദൈവത്തോട് സംസാരിക്കാം. നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആർക്കും ദൈവത്തോട് മോശയെപ്പോലെ സംസാരിക്കാം. മോശ ദൈവത്തോട് ദൈവം മോശയോട് സംസാരിച്ച പോലെ നമുക്ക് ദൈവം സംസാരിക്കാം. കഴിഞ്ഞ ദിവസം അമല തോമസ് ഒരു മോളുടെ സാക്ഷ്യം കേട്ടിയാണ്. അമല തോമസ് പരീക്ഷയ്ക്ക് ഭയങ്കര ബ്ലറാണ്. അവൾക്ക് രക്ഷപ്പെടാൻ ലക്ഷണമില്ല. അപ്പോൾ അവൾ ഈ പരീക്ഷ ഹോളിൽ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ ഈ സമയത്ത് ഈ പരീക്ഷ ഹോളിൻ്റെ പുറത്തല്ല നിൽക്കേണ്ടത്, നീ അകത്തോട്ട് കയറി വാ, അകത്താണ് നീ നിൽക്കേണ്ടത്, ഞാനിവിടെ ഒറ്റക്കാണ്.
കുറേ നാൾ തോറ്റ് വിഷമിച്ച് തീർന്നു പറഞ്ഞിരിക്കുന്ന ജീവിതമാണ്. ഒറ്റ പരീക്ഷ കൊണ്ട് അവൾ ജയിച്ച്. എന്നിട്ട് അതല്ല, അതിൻ്റെ അകത്തുള്ളൊരു സ്നേഹമുണ്ട്, അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദമായ എന്നാൽ വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസ സ്നേഹമുള്ള ഒരു സംഭാഷണം. ചിലർ പറയവേ, അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതുപോലെ ഈ അമല തോസാണ് പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം. അപ്പോഴാണ് ആ സ്ഥലം മുഴുവനും സുഗന്ധാഭിഷേകം നിറയുന്നത്. ഇതൊക്കെ ഇന്നത്തെ മനുഷ്യരെ ചെറുപ്പക്കാരുടെ അനുഭവങ്ങളാണ്. ശരിക്കും പുതിയ പുതിയ കാലം വരുമ്പോൾ ചെറുപ്പക്കാർ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പുതിയ പുതിയ അടയാളങ്ങൾ അനുഭവം കിട്ടും. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദൈവത്തോട് സംഭാഷണങ്ങൾ സ്നേഹനിർഭരവും വിശ്വാസത്തിലെ സ്ഥിരത പ്രാപിച്ചമായിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥന ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കാൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.